പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ മഹത്തായ മഹാസമ്മേളനത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രഭാഷണം നടത്തുവാനായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ വർക്കിംഗ് സെക്രട്ടറി തടിക്കാട് സയ്യിദ് ഫൈസി അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമാദരണീയരായ അധ്യക്ഷൻ, അഭിനന്ദനായ തൊടിയൂർ ഉസ്താദ് അവറുകൾ, പ്രിയങ്കരനായ സുഹൃത്ത് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അവറുകൾ അടക്കം സ്റ്റേജിലുള്ള ബഹുമാനാദരവുകൾ നിറഞ്ഞ നേതാക്കളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, സഹോദരങ്ങളെ, ദീർഘമായൊരു പ്രഭാഷണത്തിനുള്ള അവസരമല്ല. വളരെ മനോഹരമായ വിഷയാധിഷ്ഠിതമായ നിലയിൽ തൊടിയൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ വിഷയം അവതരിപ്പിച്ചു. അത് നാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സത്യത്തിൽ ഈ വഖഫ് ഭേദഗതി എന്ന ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അപകടത്തിനെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നതൊരു സത്യമാണ്. ഞാൻ ഉൾപ്പെടെ ഈ ഒരു പരിപാടിയുടെ ക്ഷണം വന്നപ്പോഴാണ് വഖഫിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറായത്. ആ ബില്ല് നിയമമായി കഴിഞ്ഞാൽ ഈ രാജ്യം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥ അത് ആലോചിച്ച് നോക്കേണ്ടത് തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കണം, ദേവസ്വം ബോർഡിൽ ഒരു അഹമ്മദോ മുഹമ്മദോ ഇല്ല. ഗുരുവായൂർ അമ്പലത്തിന്റെ ഭരണസമിതിയിൽ ഒരു അബ്ദുൽ ഖാദറോ ഹസനോ ഇല്ല. അയോധ്യയുടെ ഭരണസമിതിയായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിശ്ചയിച്ച ആ ഭരണതല കൗൺസിലും ഒരു മുസ്ലിമുമില്ല. അവിടെ മുസ്ലിം വേണം എന്ന് ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം സംഘടനകളും ആവശ്യപ്പെട്ടിട്ടുമില്ല. കാരണം ഗുരുവായൂർ ക്ഷേത്രം അതിന്റെ കാര്യം നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിശ്വാസികളാണ് അതിന്റെ ദൗത്യം നിർവഹിക്കേണ്ടത്. ദേവസ്വം ബോർഡ് ആ ക്ഷേത്രങ്ങളുടെ പരിരക്ഷയുമായി ബന്ധപ്പെട്ട് അതിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണ് ആ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. അതുപോലെ ക്ഷേത്രങ്ങൾ അതിന്റെ ഉത്തരവാദിത്വപ്പെട്ടവർ ആ കാര്യങ്ങൾ നിർവഹിക്കട്ടെ. ചർച്ചുകളുടെ കാര്യങ്ങൾ അതുമായി വിശ്വാസമുള്ള ആളുകൾ അവർ നിർവഹിച്ചുകൊട്ടെ. വഖഫ് ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായം പരിപൂർണമായി ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ട, അവർ വിശ്വാസപരമായി നാളിതുവരെ കൃത്യനിർവഹണത്തോടെ മുന്നോട്ട് നയിച്ച ആ വഖഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തിനാണ് മറ്റ് മതക്കാരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആ വഖഫ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആ ഒരു സംവിധാനത്തിനെ തകർക്കുന്നതിന്റെ അപകടകരമായ അവസ്ഥ, അതിനാണ് ഈ ജനസഞ്ചയം. കൊല്ലം പട്ടണത്തിനെ കോരിത്തരിപ്പിച്ചുകൊണ്ട് നാനാജാതി മതസ്ഥര് ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്റെ പ്രിയപ്പെട്ടവരെ രാജ്യത്തിന് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് മാത്രമാണ്. ആലോചിച്ചു നോക്ക്, ഇതെങ്ങാണ് നടപ്പായി കഴിഞ്ഞാലേ നൂറ്റാണ്ടുകളായി നാം വഖഫായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ വഖഫ് എന്ന തത്വം അങ്ങ് നീങ്ങുകയാണ്. വീണ്ടും ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നു. വേറെ ആർക്കും അതിന് തർക്കമുന്നയിക്കാം. ആ തർക്കം പരിഹരിക്കുന്നത് വഖഫ് ബോർഡല്ല. ആ തർക്കം പരിഹരിക്കുന്നത് ഗവൺമെന്റ് നിശ്ചയിച്ച കളക്ടർ ഉൾപ്പെടെയുള്ള അവരാണ് ആ തർക്കം പരിഹരിക്കുന്നത്. കാര്യം എവിടെ എത്തുന്നറിയോ? കുറച്ചു നാൾ കഴിയുമ്പോ ചില ആളുകൾ തർക്കമുന്നയിക്കുകയാണ്. ചിന്നക്കട പള്ളി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അന്ന് ഈ നിയമം പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വഖഫില്ല. ചിന്നക്കട പള്ളി ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഉടനെ മറുഭാഗത്ത് നിന്ന് ഓർഡർ വരും, ചിന്നക്കട പള്ളിയുടെ അടിയാധാരം കൊണ്ടുവരാൻ. അതുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. 1000-ലധികം കൊല്ലങ്ങൾ പഴക്കമുള്ള പള്ളികളുള്ള
ഒരു സ്റ്റേറ്റിലാണ് നിലനിൽക്കുന്നത്. നാം കണ്ണൂരിലെ മാടായി പള്ളി ഉൾപ്പെടെ ഈ 1000 കൊല്ലത്തിന് മുൻപുള്ള അടിയാരം കൊണ്ടുവന്ന് ഈ പള്ളി വഖഫ് ഭൂമിയിലാണ് എന്ന് സമർപ്പിക്കാൻ ആർക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ സാധിക്കുക? ഇവിടെ നടക്കുന്നത് അതാ, നടക്കാൻ പോകുന്ന അപകടം അതാ. ഈ പള്ളികളൊക്കെ നമ്മുടേതാണെന്ന് പറയുമ്പോ അതിന്റെ തെളിവുകൾ നമ്മൾ ഹാജരാക്കണം. എത്ര പള്ളികൾക്ക് തെളിവുണ്ട്? എത്ര മദ്രസകൾക്ക് തെളിവുണ്ട്? ഏതൊക്കെ പള്ളികളിൽ കയറി നമ്മൾ നിസ്കരിക്കുന്നുണ്ട്? ഇത് വഖഫ് ചെയ്തത് ആരാ? ഇതിന് രേഖയുണ്ടോ? ഇന്നുവരെ നാം അന്വേഷിച്ചിട്ടില്ല, ഇതുവരെ നാം നോക്കിയിട്ടില്ല. കാരണം കാലകാലം നമ്മൾ ഉപയോഗിക്കുകയാണ്. പക്ഷെ നിയമം വന്നു കഴിഞ്ഞ് ആരെങ്കിലും തർക്കമുന്നയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിത്രം മാറുകയാണ്. പിന്നെ അവിടെ ആരെങ്കിലും ഇടപെടും, പിന്നെ കലാപങ്ങളായി മാറും, ഭിന്നിപ്പായി മാറും. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും മത സൗഹാർദ്ദത്തിന് തന്നെ അപകടകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് വഖഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിന്റെ മാത്രം പ്രശ്നമല്ല, ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമല്ല. രാജ്യസ്നേഹികളായ ഇന്ത്യ രാജ്യത്തിനെ സ്നേഹിക്കുന്ന ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ് ഈ വഖഫ് ഭേദഗതി എന്ന് പറയുന്ന ഈ ഒരു തത്വത്തിന് വലിച്ചെറിയാൻ ലോകത്ത് ശക്തമായിട്ട് പറയാൻ ഇന്ത്യയിലെ ഓരോ പൗരനും തയ്യാറാകണം. മുസ്ലിമും മറ്റുള്ളവർ മാത്രമല്ല. കാരണം ഇത് രാജ്യം പറഞ്ഞതുപോലെ ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് എന്താ ഉള്ളത്? കേരളത്തില് കുറെ മലയാളികളുണ്ട്, വ്യത്യസ്തമായ മതക്കാര്. മുസ്ലിമുകൾക്ക് ഖുർആനുണ്ട്, മറ്റുള്ളവർക്ക് ഗ്രന്ഥമുണ്ട്, മറ്റുള്ളവർക്ക് ഓരോന്നും വ്യത്യസ്തം. കുറച്ചങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് അവർ തമിഴ് സംസാരിക്കും, കർണാടകയിൽ അവർ കന്നഡ, ആന്ധ്രയിൽ പോൽ അവർ തെലുങ്ക്, മഹാരാഷ്ട്രയിൽ പോൽ അവർ ഹിന്ദി. അപ്പൊ വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ സ്വഭാവ രീതികൾ, വ്യത്യസ്തമായ പതിവുകൾ, വ്യത്യസ്തമായ വിശ്വാസങ്ങൾ. ഇതിനെ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ്. അതിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ തകരാറ് സംഭവിക്കുന്നത് ഈ രാജ്യത്തിലാണ്. അതുണ്ടാകരുത് എന്നാണ് ഈ സമ്മേളനം വിളിച്ചോതുന്നത്. ഈ സമ്മേളനം വിളിച്ചോതുന്നത് അങ്ങനെ ഒരു അപകടകരമായ അവസ്ഥ രാജ്യത്തിന് ഉണ്ടാകരുത് എന്ന് തന്നെയാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ വഖഫ് ഭേദഗതി എന്നൊക്കെ പറയുമ്പോ അപ്പൊ ഭേദഗതി എന്താ? അതൊക്കെ നമ്മളെ ബാധിക്കുന്നതല്ല, അതൊക്കെ കുഴപ്പമില്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ. അങ്ങനല്ല. ഇത് മുസ്ലിമിന്റെ മാത്രമല്ല, നാളെ വേറൊരു പ്രസ്ഥാനത്തിന്റെ നിയമം. അതുകൊണ്ട് ഇത് രാജ്യത്തിന് നിരക്കാത്തതാണ്. ഇത് രാജ്യത്തിന്റെ ഈ ഒരു കാണുന്ന സൗഹൃദത്തിന് എതിരെ തന്നെയാണ്. അതുകൊണ്ട് ഇതിവിടെ ബില്ലാകാൻ പാടില്ല, ഇതിവിടെ നടപ്പാകാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വിനീതമായിട്ട് എനിക്ക് സൂചിപ്പിക്കാൻ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ. ചില ആളുകൾക്ക് അധികാരം കാണുമ്പോ അവര് ഒന്ന് കൽപ്പന കൊടുത്താൽ അതിനെ അങ്ങനെ തന്നെ അനുസരിക്കുന്ന സൈന്യ വ്യൂഹങ്ങളെ കാണുമ്പോ എന്തു അങ്ങ് നേടാം. അവരുദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി കുഴച്ചു മറിച്ച് വേണ്ടതുപോലെ ചെയ്യാം ഒന്ന് ധാരണ പലർക്കുണ്ട്. ആ ധാരണ അങ്ങനൊന്നും അല്ല. ലോകത്തെ ഏറ്റവും വലിയ ഭീകരന്മാരായ ആയുധങ്ങളുടെ ഉടമകളായ ഇസ്രയേല് മണിക്കൂറുകൾ കൊണ്ട് ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കും പലസ്തീനെ എന്ന് പറഞ്ഞുകൊണ്ട് കേറിയിട്ട് നാളുകൾ കഴിഞ്ഞിട്ട് അവസാനം ഹമാസിന്റെ മുന്നിൽ അവരുടെ ബന്ദികളെ കിട്ടാൻ തല കുമ്പിട്ട് നിന്ന കാഴ്ച ഈ ലോകത്തെ ജനകോടികൾ കണ്ടതാ. മറക്കണ്ട, അക്രമികൾ മറക്കണ്ട. ഇന്ന് നിങ്ങൾക്കറിയോ, ആകാശക്കോട്ടയുടെ കീഴിലെ ഏറ്റവും വലിയ ഭീകരവാദികൾ താലിബാനികളാണ് എന്ന് ലോകത്ത് ഒരുപാട് പ്രചരണം നമ്മളത് വിശ്വസിച്ചു. താലിബാനികളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ, തീവ്രവാദികൾ താലിബാനികളാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് അവസാനം ഇതാ താലിബാനികളോട് സന്ധി സംഭാഷണത്തിന് ആരാണോ ഭീകരവാദികൾ എന്ന് വിളിച്ചത് അവര് കോട്ടും കയ്യും കെട്ടി താലിബാനികളുടെ സീറ്റിന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വേണ്ടി പോകുന്ന കാഴ്ചയ്ക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ചിന്തകളൊന്നും, അവരുടെ ആ മനപ്പായസം ഉണ്ടെന്ന ആ ഒരു തത്വങ്ങള് അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങള് അതൊന്നും ഇവിടെ എന്നല്ല എവിടെയും സാക്ഷാത്കരിക്കപ്പെടുന്നതല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ തിരക്കുകൾക്കിടയില്, ജോലി തിരക്കുകൾക്കിടയില് രാജ്യത്തിന്റെ പ്രശ്നത്തിന് നാനാഭാഗങ്ങളിൽ നിന്ന് ഓടി വന്ന നാനാജാതി മതസ്ഥരായ ഈ ജനസഞ്ചയത്തിന്, ഈ പരിപാടിയുടെ വിജയത്തിന് ഉതകുന്ന തരത്തിലുള്ള എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.